കണ്ടില്ലേ സ്റ്റീലിൻ്റെ ഗട്ടറാട്ടോ. അതുകൊണ്ട് തന്നെ വർക്കൊക്കെ വളരെ ഫാസ്റ്റായിട്ട് തീർക്കാവുന്നതാണ്. പക്ഷേ ഗുരുവായൂർ മേൽപ്പാലം വർക്ക് 2021 തുടങ്ങി നവംബർ 14 ഓപ്പൺ ആക്കുന്നത്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ഗുരുവായൂർ മേൽപ്പാലം നവംബർ 14 ഉദ്ഘാടനമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വർക്ക് എത്രത്തോണ്ടായി നോക്കാണ്ടി വന്നതാണ്. നീണ്ട വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു കാത്തിരിപ്പാണ് പൂവണയാൻ പോണത്. അതിൻ്റെ സന്തോഷത്തിലാണ് മൊത്തം ജനങ്ങൾ വിട്ട്. എന്താ വെച്ചാൽ ഗുരുവായൂർ അമ്പലത്തേക്ക് അത്രയധികം ജനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ദിവസം 30 തവണയെങ്കിലും റെയിൽവേ ഗേറ്റ് അടച്ച് ഒരുപാട് ട്രാഫിക് ജാം ഉണ്ടാവുന്നൊരു സ്ഥലം കൂടിയാണ് കേട്ടോ. ഈ റോഡ് എത്തുന്നത് തൃശ്ശൂരിക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൽ നിന്ന് വരുന്ന കംപ്ലീറ്റ് ജനങ്ങൾ ഈ റോഡാണ് ആശ്രയം. അപ്പോൾ അത് ഇനി സുഖമായ യാത്ര 14 ശേഷം ഓപ്പൺ ആക്കുമ്പോൾ സാധിക്കും. വർഷങ്ങളായിട്ടുള്ള സമരവും കാര്യങ്ങളൊക്കെ ശേഷമാണ് 2021 തറക്കല്ലിട്ടത്. 9 മാസത്തോളം തീർക്കും പറഞ്ഞിട്ട് തീർന്നില്ല കേട്ടോ. 9 മാസം കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. സ്റ്റീലിൻ്റെ വർക്കാണ്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് മേൽപ്പാലം വരുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ സമയം നീണ്ട് പോയിട്ടാണ്. നമ്മുടെ നാട് സംബന്ധിച്ചോളം എന്നാലും അത്യാവശ്യം ഒരു ഫാസ്റ്റായിട്ട് തന്നെ തീർന്നിക്കണം. എന്നാലും പറഞ്ഞതിന് മാത്രം 9 മാസം തീർക്കേണ്ട വർക്ക് ഏകദേശം ഇപ്പോൾ 2021 2023 ആയില്ലേ. നമുക്ക് മനസ്സിലാവില്ല എത്രത്തോണ്ട് നീണ്ടു പോയിക്കണെന്ന്. ഇനിയും കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 14 തീരുന്നതാണ് ഉദ്ഘാടനം വെച്ചിരിക്കുന്നത്. തീരാൻ സാധ്യതയുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഇപ്പം ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഫാസ്റ്റായിട്ടാണ് വർക്ക്. ലാസ്റ്റ് വർക്കാണ് തീർത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയൊക്കെ. ഇതിൻ്റെ അടിവശട്ടാ നല്ല മഴയൊക്കെ പെയ്തിട്ട് സൈഡിലൊക്കെ നല്ല വെള്ളം നിൽക്കുന്നുണ്ട്. ഇത് സർവീസ് റോഡാണ് കേട്ടോ. സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിരിക്കണം. നല്ല ക്ലീൻ ആയിട്ട് കിടക്കുന്നുണ്ട്. ഇനിയും അടിയിൽ നല്ല പൂന്തോട്ടമൊക്കെ വരുമെന്നാണ് പറയണത്. എന്തായാലും 14 എന്തായാലും പൂന്തോട്ടം ആവില്ല. പക്ഷേ ഭാവിയിൽ അടിവശമൊക്കെ ഉഷാറാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ വർക്കിന് പറഞ്ഞാൽ ഫുൾ സ്റ്റീലാണ് ഉപയോഗിച്ചിരുന്നത് കേട്ടോ. സ്റ്റീലിൻ്റെ ഘട്ടമാണ്. നമ്മൾ NH66 കാണുന്നതിനേക്കാളും വ്യത്യസ്തമായൊരു വർക്കാണ് കേട്ടോ ഇവിടെ നടക്കുന്നത്. മേലെ മാത്രമല്ല അതിൻ്റെ അടിയിൽ വരുന്ന ഫില്ലറും ഒക്കെ സ്റ്റീൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് കോൺക്രീറ്റ് അല്ല കേട്ടോ. അടിയിൽ കാണുന്നതൊക്കെ സ്റ്റീലിൻ്റെതാണ്. കണ്ട ശരിക്കും കോൺക്രീറ്റ് പോലെ തന്നെ ഉണ്ട്. നമ്മൾ NH66 കാണുന്ന പോലെയൊക്കെ തന്നെയാണെങ്കിലും ഫുള്ള് സ്റ്റീലാണ്. എന്നിട്ടും ഇവർ ഇത്ര സമയം എടുത്തത് എന്തായാലും വളരെ മോശമായി എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ സംബന്ധിച്ചോളം ഇത് വളരെ ഫാസ്റ്റായിട്ടൊരു വർക്കായിട്ട് എനിക്ക് തോന്നുന്നുട്ടാ.